അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നാളികേരം ചെറുകിട്ടാണ് കേട്ടോ. ഒരു മുറി നാളികേരമാണ് ഞാൻ എടുക്കുന്നത്. നാളികേരം ചെറുകിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ 4 പഴം എടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി അവനവൻ്റെ അവസ്ഥ നിൽക്കാം. നല്ല പഴുത്ത പഴം നോക്കിയെടുക്കണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരോഗ്യത്തിനും ഒക്കെ നല്ല ഡിഷ് തന്നെയാണ് കേട്ടോ അത്. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. എള്ളാണ് കേട്ടോ എടുത്തത്. എള്ള് നെയ്യാണ് കേട്ടോ. നല്ല വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ്. നാളികേരമാണ് കേട്ടോ. 1 കപ്പ് അണ്ടിപ്പരിപ്പ്. എള്ളാണ് കേട്ടോ. അത് എള്ള്, സോറി. ശർക്കര ഒക്കെയാണ് കേട്ടോ. ഗോതമ്പ് മാവക്ക് കുറച്ച് ഗോതമ്പ് മാവ് എടുക്കുക. കണ്ടില്ലേ, അത്ര മതി കേട്ടോ. പിഞ്ച് ഉപ്പിട്ടെടുക്കുക. പിഞ്ച് ഉപ്പിട്ടെടുത്തിട്ട് നല്ല മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുക, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടല്ലാതെ നിറച്ചെടുക്കണേ. ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. ടൈറ്റിലാക്കി കേട്ടോ. വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ രീതിയിലേക്ക് ഈ രീതിക്ക് മതി കേട്ടോ. ഒരുപാട് ലൂസാകണ്ട, ഒരുപാട് കട്ടിയാകണ്ട. ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് വെക്കാൻ. ചട്ടി അടുപ്പത്തേക്ക് കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് എണ്ണ വേണ്ടത്ര കുറച്ച് കൂട്ടുക കേട്ടോ. കൂട്ടി കുറച്ച് ചെയ്യാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എള്ളിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം എണ്ണയിൽ മുക്കി വെച്ചിട്ടുള്ളവർക്ക് എണ്ണ എടുക്കുക. ഞാൻ നെയ്യ് ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എള്ളിൻ്റെ ആരോഗ്യത്തിനും എല്ലിന് ബലം കൂടാനും കണ്ണിന് കാഴ്ച കൂടാനും എല്ലാത്തിനും നല്ല കേട്ടോ. എള്ള് ബ്ലഡ് ഉണ്ടാകാനും നല്ലോണം പയറ്റി വെക്കുക. വെള്ളമൊക്കെ നോക്കി വരുന്നവരെ ഈ പഴത്തിന് ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുറിഞ്ഞ് പോകാതെ നോക്കണേ. ഇനി അതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കൂട്ട് ആദ്യം ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറേശ്ശായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണേ. പഴം മുറിയാതെ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണേ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇനി അതിന് കൂടെ ആ മസാല ഇങ്ങനെ ആ മാവ് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. പൊട്ടി പോകാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്.
അല്ലെങ്കിൽ നെയ്ക്ക് വെക്കുമ്പോൾ ആ നാളികേരക്കൂട്ടൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ലേ, അതുവരെ കണ്ടിട്ട് മാവ്. അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കി കഴിക്കണേ. ഇതേപോലെ ഒന്ന് ആ മാവൊന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഓരോന്നോരോന്ന് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഓരോ ഹോളാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കശുവണ്ടി, എള്ള്, നാളികേരം, ഞാൻ ശർക്കരയാണ്, ഞാൻ പഞ്ചസാരയല്ല യൂസ് ചെയ്യൽ, അതുകൊണ്ട് ഞാൻ ശർക്കര എടുത്തിരുന്നു. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര യൂസ് ചെയ്യാം, അത് ഞാൻ എനിക്കിഷ്ടമല്ല പഞ്ചസാര. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മാവാക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഓരോന്നും ആക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. അല്ല ഓട്ട തൂർന്നു പൊട്ടിച്ചേക്കണ്ട ഒക്കെ പോലാണ് വിട്ട് വെച്ചത് ഇതിൻ്റെ അടുത്ത് ചെറിയ അതും ഇത്തിരി പോന്നു. അതിന് ഇടുമ്പോൾ ഇങ്ങനെ ആക്കല മറ്റേ പോരും. അതിന് അങ്ങനെ ചെരിച്ചേക്കണ്ട, ഇങ്ങനെ നേരെ വേവിച്ചുമ്പോൾ ഇത് വേഗം വന്നാല് അവിടെ ഒട്ടുമില്ല.